ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷം. ഞാൻ പല സ്ഥലങ്ങളിലും നമ്മൾ പ്രോഗ്രാമിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പല രാജ്യങ്ങളിൽ പോകാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പല സുഹൃത്തുക്കളുടെയും വീഡിയോകളിലൂടെയൊക്കെ അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ കണ്ടിട്ട് ഒന്ന് വരണം, കാണണം, ഇവിടുത്തെ ഒരു ആംബിയൻസ് അനുഭവിക്കണം എന്ന് വിചാരിച്ച സ്ഥലം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സുഹൃത്തുക്കളുടെ കൂടെ ഇറങ്ങിത്തിരിച്ചത്. ഇപ്പം ഞാൻ അവിടെയുള്ളത്. ഏതാ സ്ഥലം എന്ന് മനസ്സിലായോ? സ്ഥലം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കോയമ്പത്തൂരെ ആദി യോഗി സെൻറ്റർ അഥവാ ഇഷ യോഗ സെൻറ്റർ എന്ന ഒരു മനോഹരമായ പ്ലേസിലാണുള്ളത്. നിങ്ങളിതിൻ്റെ വീഡിയോകളൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു വീഡിയോ വ്ളോഗ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല. ഇതിൻ്റെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. കൂടുതൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ ഈ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഭയങ്കര രസമാണ്. നമുക്ക് ഇഷ്ടംപോലെ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഓടി കളിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള വിശാലമായ പുൽത്തകിടി എല്ലാം ഉണ്ട്. ഞാൻ ഇന്നിവിടെ എത്തിപ്പെടാൻ തന്നെ ഒരു കാരണം എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ജിത്തു ഉണ്ട്, പിന്നെ ശ്യാമുണ്ട്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണക്കാരെന്ന് പറയുന്നത് കോയമ്പത്തൂർ സിദ്ധാപുത്തൂർ അമ്പലത്തിൻ്റെ തന്ത്രി കൂടിയായിട്ടുള്ള ശ്രീപ്രസാദ് എന്ന് പറയുന്ന ശ്രീയേട്ടനാണ്. ശ്രീയേട്ടൻ്റെ ഒരു ക്ഷണപ്രകാരമാണ് സിദ്ധാപുത്തൂർ അമ്പലത്തിൽ വരാൻ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്നിപ്പം ഇവിടെ വരാൻ സാധിച്ചത്. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്, ബാലുശ്ശേരിക്കാരനാണ്. നമ്മളെ നാട്ടുകാരനായിട്ടുള്ള ഒരാളുടെ കൂടെ ഇങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.